റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി ഒറ്റവാക്കിൽ ഉത്തരമെഴുതാം എന്നാണ്. ഒറ്റവാക്കിൽ ഉത്തരമെഴുതാം. താഴെ 6 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക. ഒറ്റവാക്കിൽ എഴുതാനുണ്ടാവുള്ളൂ. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? ഈമാനിൻ്റെ ഭാഗമാണ്. എന്താണ് ഈമാനിൻ്റെ ഭാഗമാണ്? നമ്മൾ പഠിച്ചത് വൃത്തിയാണല്ലേ. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പഠിച്ചല്ലോ. അപ്പോൾ വൃത്തി എന്ന് എഴുതാം. ഇനി തൊഹൂർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തത് വുളൂഇലും ദുർവ്യയമുണ്ടോ എന്ന് ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലേ ചോദിച്ചതാണ്. വുളൂഇലും ദുർവ്യയമുണ്ടോ എന്ന്. ആരാണ് ആ ചോദിച്ചത്? സഅദ് റളിയല്ലാഹു അൻഹു ആണ്. ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. സഅദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതാം. പിന്നെ മൂന്നാമത്തത് പ്രകൃതിക്ക് പരിക്കേൽപ്പിക്കുന്ന നാശകാരിയാണ്. എന്ത്? പ്ലാസ്റ്റിക്കാണ്. പ്രകൃതിക്ക് പരിക്കേൽപ്പിക്കുന്ന നാശകാരിയാണ് പ്ലാസ്റ്റിക്. അപ്പോൾ പ്ലാസ്റ്റിക് എന്ന് എഴുതാം. പിന്നെ 4ാമത്തെ ചോദ്യം എന്താ? സർവ്വലോകങ്ങൾക്കും കരുണയാണ്. ആരാണ് സർവ്വലോകങ്ങൾക്കും കരുണയാണ് എന്ന് പറയുന്നത്? ആരാണത്? മുഹമ്മദ് നബിയാണല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ 6 ഈമാനിൻ്റെ പകുതിയാണ്. ഈമാനിൻ്റെ പകുതിയാണ് എന്ത്? അത് ക്ഷമയാണ്. അസ്സബുറു നിസ്ഫുൽ ഈമാൻ എന്ന് പഠിച്ചല്ലോ അല്ലേ. ക്ഷമ. ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി. ഈമാനിൻ്റെ പകുതിയാണ് ക്ഷമ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇനി 2ാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ്. ഇവിടെ 6 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനുണ്ടാവും. എന്താണ്? ഒന്നാമത്തത് നല്ല വാക്ക് എന്താണ്? സ്വതക്കയാണ് എന്നാണ് അല്ലേ. നല്ല വാക്ക് സ്വതക്കയാണ്. അപ്പോൾ സ്വതക്കയാണ് എന്നിവിടെ എഴുതിയാൽ അത് കംപ്ലീറ്റായി. 2ാമത്തത് എന്താണ്? നീതിമാനായ നേതാവിന് തണൽ ലഭിക്കും. നീതിമാനായ നേതാവിന് എന്തിൻ്റെ തണലാണ് ലഭിക്കുക? അർഷിൻ്റെ ആണ്. അപ്പോൾ അർഷിൻ്റെ എന്നിവിടെ എഴുതാം. അർഷിൻ്റെ തണൽ ലഭിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നീതിമാനായ നേതാവിന് അർഷിൻ്റെ തണൽ ലഭിക്കും. 3ാമത്തത് ഇൽമ് പഠിക്കൽ എല്ലാ മുസ്ലിമിനും എന്താണ്? ഇൽമ് പഠിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് എന്നാണ്. നിർബന്ധമാണ് എന്നിവിടെ ചേർക്കാം. അപ്പോൾ അത് പൂർത്തിയായി. 4ാമത്തത് നിശ്ചയം ചില തോന്നലുകൾ എന്താണ്? കുറ്റകരമാണ് എന്നാണ്. നിശ്ചയം ചില തോന്നലുകൾ കുറ്റകരമാണ്, അല്ലെങ്കിൽ കുറ്റമാണെന്ന് ഇതിലും കുഴപ്പമൊന്നുമില്ല. 5ാമത്തത് നമ്മുടെ ജീവിതം നന്മ ഡാഷ്. എന്താണ് അവിടെ വേണ്ടത്? നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞതാവണം എന്നാണ്. നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞതാവണം. 6ാമത്തത് ഹുസൈനും മിന്നി വ അനമിൻ ഡാഷ്. എന്താണ്? ഹുസൈനും മിന്നി വ അനമിൻ ഹുസൈനിൻ എന്നാണ് നബി തങ്ങൾ പറഞ്ഞതാണത്. അപ്പോൾ അതങ്ങനെ പൂർത്തീകരിക്കാം. ഇനി അടുത്തത് 3ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. അതിൽ 1ാമത്തെ ചോദ്യം എന്താ? സ്വാലിഹീങ്ങളെ മാത്രം നാം അനുകരിക്കണം. ഏതെല്ലാം കാര്യങ്ങളിലാണ് നാം സ്വാലിഹീങ്ങളെ മാത്രം അനുകരിക്കണം എന്ന് പറയുന്നത്? വസ്ത്രധാരണം, തലമുടി പരിചരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ എഴുതാം. വസ്ത്രധാരണം, തലമുടി പരിചരണം. അപ്പോൾ അത് രണ്ടും എഴുതാം. 2ാമത്തേത് അള്ളാഹു ഉയർച്ച നൽകും. ആർക്കാണ് അള്ളാഹു ഉയർച്ച നൽകുക? അതിൻ്റെ ആൻസർ ഇതാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് വിനയം കാണിച്ചവന് അല്ലേ. എങ്ങനെ എഴുതാം? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് വിനയം കാണിച്ചവന് എന്ത്? അള്ളാഹു ഉയർച്ച നൽകും. ഇനി 3ാമത്തേത് നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? നമ്മിൽപ്പെട്ടവനല്ല. ഇതൊരു ഹദീസും അതിൻ്റെ അർത്ഥം അതാണ് അല്ലേ. മല്ലം യഅരിഫ്
ഷറഫ കബീറന, മല്ലം യാരിഫ് സഗീറന വയാരിഫ് ഷറഫ കബീറന എന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ചെറിയവരോട്, വലിയവരുടെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും അവർ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇതാ, വലിയവൻ്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും. അങ്ങനെ ഇതാ, നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? വലിയവൻ്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും. ഇനി അതിൽ 4ാമത്തെ ചോദ്യം നോക്കൂ. ശരീരത്തിൽ പ്ലാസ്റ്റിക് എത്തുന്നത് ഏത് വഴിയാണ്? ശരീരത്തിൽ പ്ലാസ്റ്റിക് എത്തുന്നത് ഭക്ഷണം വഴിയാണെന്നല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഇതാ, ശരീരത്തിൽ പ്ലാസ്റ്റിക് എത്തുന്നത് ഭക്ഷണം വഴി. ഇനി 5ാമത്തേത്, മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മം ഏതാണ്? മരണാനന്തരം, മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മം മരങ്ങൾ നട്ടുപിടിപ്പിക്കലാണ് അല്ലേ? അപ്പോൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ എന്നെഴുതാം. അടുത്ത ആക്ടിവിറ്റി 4ാമത്തേത്, 1 വീതം എഴുതാം എന്നാണ്. ഇവിടെ ഓരോ കാര്യങ്ങളാണ് എഴുതേണ്ടത്. 1 വീതം എഴുതാം അല്ലെങ്കിൽ 2 വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഇവിടെ 1ാമത്തെ ചോദ്യം എന്താണ്? തെറ്റായ ധാരണയുടെ ദൂഷ്യം. തെറ്റായ ധാരണയുടെ ദൂഷ്യം എന്ന് പറയുന്നത് നമ്മൾ 8ാമത്തെ പാഠത്തിൽ അഥവാ 24ാമത്തെ പേജിൽ പഠിക്കുന്നുണ്ടല്ലേ. തെറ്റായ ധാരണയുടെ ദൂഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വെറുപ്പുണ്ടാക്കുന്നു, ശത്രുത ഉണ്ടാക്കുന്നു, ഗീബത്ത് പറയുന്നതിന് അവസരമൊരുക്കുന്നു, കുടുംബ ബന്ധം തകരാൻ കാരണമാകുന്നു, പിന്നെ സമൂഹത്തിൽ സമാധാനം നഷ്ടപ്പെടാൻ ഇടവരുത്തുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. ചിലപ്പോൾ 2 എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ 2 എഴുതണം. ഞാനിവിടെ 1 എഴുതാണെന്ന്. ഞാനിവിടെ വെറുപ്പ് ഉണ്ടാക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 2ാമത്തേത്, ചെറിയവരോട് കരുണ കാണിക്കേണ്ട കാര്യം. ചെറിയവരോട് കരുണ കാണിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ 7ാമത്തെ പാഠത്തിലല്ലേ, ചെറിയവരോട് എങ്ങനെ കരുണ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അവരോടൊപ്പം കളിക്കുക, അവരെ ചുംബിക്കുക, അവർ പറയുന്നത് കേട്ടിരിക്കുക, പിന്നെ അവരുടെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുക, തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക, നന്മ കണ്ടാൽ പ്രശംസിക്കുക, അവർക്ക് സമ്മാനം നൽകുക, അവരെ സഹായിക്കുക, അവർക്ക് സംരക്ഷണം നൽകുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 എഴുതാം. ഞാനിവിടെ അവരോടൊപ്പം കളിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കതിൽ നിന്ന് ഇഷ്ടമുള്ള എഴുതാവുന്നതാണ് ഇങ്ങനെ ചോദ്യം വന്നാൽ. ഇനി 3ാമത്തേത്, മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം എന്നാണ്. മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം? അതിൻ്റെ തൊട്ട് മുമ്പുള്ള 6ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 19ാമത്തെ പേജിൽ ഇതാ, മുതിർന്നവനെ എങ്ങനെ ആദരിക്കുക എന്ന് പറഞ്ഞിട്ട് ആദരവോടെ വിളിക്കുക, അതവോടെ സംസാരിക്കുക, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക, ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 1 എഴുതാം. ഞാനിവിടെ ഫസ്റ്റത്തെ തന്നെ എഴുതിയിട്ടുണ്ട്, ആദരവോടെ വിളിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് എഴുതാം. ഇനിയിപ്പോൾ 2 എഴുതാൻ പറയുകയാണെങ്കിൽ 2 എഴുതാം. ഓർഡറിൽ തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. 4ാമത്തേത്, സാഹോദര്യം നിലനിർത്തുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുമ്പുള്ള പാഠത്തിൽ. അഥവാ പിന്നെ 5ാമത്തെ പാഠത്തിൽ സാഹോദര്യം നിലനിർത്തുന്നതിനെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക, അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക, അവരെ സഹായിക്കുക, തെറ്റുകൾ സൗമ്യമായി തിരുത്തുക, അങ്ങനെ തുടങ്ങി. പിന്നെ 16ാമത്തെ പേജിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാതും കൂടി പറയാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാത്തിലും ആദ്യത്തേതാണ് ഇവിടെ എഴുതി വെക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്ന് ഏതും നിങ്ങൾക്ക് എഴുതാം. മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി 5ാമതൊരു ആക്ടിവിറ്റി പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, അൽ മുഅ്മിനു ഡാഷ് കൽ ബുന്യാനി ഡാഷ് ബഅ്ദുഹു ഡാഷ് എന്നാണ്. നമ്മൾ മുമ്പൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെ അർത്ഥം എഴുതാൻ വേണ്ടി വന്നിരുന്നു അല്ലേ. അൽ മുഅ്മിനു കഴിഞ്ഞിട്ട് എന്താണ്? ലിൽ മുഅ്മിനി എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ എന്നാണ് അല്ലേ. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. ഇങ്ങനെ ഹദീസുകളൊക്കെ പൂരിപ്പിക്കാനൊക്കെ വരുമ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2ാമത്തേത് ഇവിടെ മല്ലാ യുർഹം എന്നാണ്. മല്ലാ യുർഹം കരുണ ചെയ്യാത്തവർക്ക് കരുണ ലഭിക്കുകയില്ല, അങ്ങനെ അർത്ഥം പറയാം അല്ലേ. പിന്നെ 6ാമത്തെ ആക്ടിവിറ്റി സാരം എഴുതാം എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു അൻ യുഹ്ബസ ഷൈഉം മിനദ്ദവാബി ലാ ളില്ല ലഹാ വലാ കലഅ വലാ മാഅ. എന്താണ് അതിൻ്റെ അർത്ഥം?
വെള്ളവും പുല്ലും തണലും നൽകാതെ മൃഗങ്ങളെ കെട്ടിയിടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെറുപ്പായിരുന്നു. അങ്ങനെ എഴുതാം. വെള്ളവും പുല്ലും തണലും നൽകാതെ മൃഗങ്ങളെ കെട്ടിയിടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെറുപ്പായിരുന്നു. അപ്പോൾ ഇവിടെ അത് അർത്ഥം എഴുതാനാണ് വന്നിട്ടുള്ളത്. ചിലപ്പം പൂരിപ്പിക്കാൻ വരാം, അർത്ഥം എഴുതാനൊക്കെ വരാം, ഏതിനും ചാൻസ് ഉള്ളതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.